you are trying to call is currently not reachable. Please try again later. കൺട്രോൾ റൂം. താമരക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ഓവർ. വണ്ടി നമ്പർ ഉപയോഗിച്ച് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പേര് റോയി കുര്യൻ. അമ്മ, എനിക്ക് ഇറങ്ങാറായി. ഓ, ഞാൻ മടുത്തു. ഇങ്ങനെ പോയ ഈ വീട്ടിൽ നിന്നും കൂടെ ഇറക്കി വിടും. അതെങ്ങനെ? ഈ വീട്ടിലുള്ളവർക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്റെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ഇത് തന്നെ. എനിക്ക് ബോറായി. വണ്ടിക്കൂലി തന്നെ. ഇതില്ല അകത്ത്. അവളോട് വെച്ച് ചോദിക്കണേ. ചിറകുകൾ വിരിയാത്തി വനങ്ങൾ ചിതകളിൽ എടാ റോയി, കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടു വാ. വല്ലവന്റെ വീടും പറമ്പും പലരും വന്നും പോയിരിക്കും. ഒരു പെങ്കൊച്ച് വലുതായി വരുന്ന വീടോ? നിനക്ക് വല്ല വിചാരമുണ്ടോ? കണ്ടിട്ട് 10-30 വയസ്സുള്ള ഒരാളുടെ ബോഡി പോലെ ഉണ്ട്. നമ്മുടെ സുന്ദരൻ ചേട്ടനാ ആദ്യം ബോഡി കണ്ടത്. എല്ലാം കണ്ട് കളക്കാനങ്ങാണ്ട് വന്ന. ആ, പോലീസ് ഉടനെ വരും. വീട്ടുകാര് ചേട്ടാ, വീട്ടുകാരും കണ്ടില്ലല്ലോ. ഇവരിവിടെ ഇല്ലേ? ചേച്ചി,
റോയി അല്ലേ? ആ സാറായിരുന്നു, ഞാൻ പണി കഴിഞ്ഞ് വരുന്ന. എന്നാ പാടോ, ഞാൻ ആക്കി തരാം. ഞാനും അങ്ങോട്ടേക്കല്ലേ. കുഴപ്പമില്ല സാറേ, സാറ് വിട്ടു. എടോ, എന്താടോ താൻ വല്ലാതിരിക്കുന്നേ? തന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അതിരിക്കട്ടെ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സമയാസമയത്ത് മരുന്ന് കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ. എന്നാ ശരിടോ, എന്നാ ആയിക്കോട്ടെ. എടാ വേടാ കേറ്. എവിടെയായിരുന്നു റോയി പണി? റോയി എവിടെയായിരുന്നു പണിയുന്ന? കൊലാനിയില്. ആ അതെന്നേക്കാളും നന്നായി. എത്രയാന്ന് വെച്ചാലേ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുക. കാവിലെ ഉത്സവത്തിന് കൊടി കയറി, ഇനി അങ്ങോട്ട് മേളായിരിക്കും. ഏത് കുണത്തെ നേരത്താണോ ഈ വഴിക്ക് വരാൻ തോന്നിയത്? ടയറും പഞ്ചറായി. എന്നെ നമുക്ക് ടോണീനെ വിളിക്കാം, അവൻ വരട്ടെ. അങ്ങോട്ട് മാറ്റി മാറ്റി എല്ലാം വെക്കട്ടോ. കട്ടിയോ? എടാ നീ എവിടെയാ? ആ എന്റെ പൊന്നടാ, ഒന്നും പറയണ്ട. നമ്മുടെ ഈ വീടിന്റെ ഇതിലുള്ള കൊണച്ച വഴിക്കട വന്ന ടയർ പഞ്ചറായി. ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? നിന്റെ കൂടെ ആരാളെ ഇപ്പം? എന്റെ റോയില്ലേ, നമ്മുടെ വാടക. ആ നീ ഇവിടം വരെ ഒന്ന് വാ. എന്തായാലും അങ്ങ് വരാം. ആയിക്കോട്ടെ, ഓക്കെ. എനിക്ക് നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. അല്ല വണ്ടിക്ക് സ്റ്റെപ്പിനില്ല, അതെടുത്തിട്ടാ പോരെ. അതൊക്കെ ഉണ്ടെങ്കിൽ മയറിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയത്തില്ല മാറാൻ. എന്നാ നീ വേണമെങ്കിൽ ഒരു പുക എടുത്തു. വേണ്ട, ഈ മാസം വാടകയെ. ഇവൻ അത് നിന്നോട് ഞാൻ ചോദിച്ചോ? നിന്റെ അവസ്ഥ ഒന്നുമില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കണ്ടേ? നീ ഏത് സമയം എടുത്ത് പയ്യെ തന്നാച്ചാ മതി. ആ അതൊക്കെ പോട്ടറാ. നീ ടോണിയോട് കഥ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എവിടം വരെയാ നിന്റെ കഥ എടുത്തൊക്കെ? അങ്ങനൊന്നും ഇല്ലെന്നേ, അതൊക്കെ പണ്ട്. ഇപ്പൊ പേന കയ്യിലെടുക്കുമ്പോ ഒരു മരവിപ്പ. എന്നാ അറിയത്തില്ല, ഒന്നും അങ്ങോട്ട് എഴുതി തീർക്കാനൊന്നും പറ്റില്ല. എന്നോടും കൂടെ ഒന്ന് പറ, ഒന്നുമില്ലേലും കേക്കാൻ പറ്റിയ മൂടാ. അതോ? അത് പോരട്ടെ ഇങ്ങോട്ട്. ഒരു കാടിന്റെ അറിയാം. വലിയ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളൊരു വലിയ കാട്. ഭയങ്കര ഇരുട്ടാ കാട്ടില്. രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ആർക്കും എന്ത് തോന്നിയാസമാണെന്ന് കാണിക്കാം. ആരും ഒന്നും അറിയില്ല. ഒരിക്കലും ആ കാട്ടില് വലിയ പേമാരി പെയ്യാൻ തുടങ്ങി.
അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം കൂട് തേടി ഓടി. ഒരു നേരത്തെ ആഹാരം തേടിപ്പോയ ഒരു അമ്മക്കിടെ ഉണ്ട് ആ കാട്ടിൽ. തൻ്റെ മകളെ ആ കാടിനുള്ളിലെ വലിയൊരു ഒറ്റയാന്മരത്തെ ഏൽപ്പിച്ചിട്ടാണ് ആ അമ്മക്കിളി പോയത്. പതിയെ പതിയെ പേമാരി കൂടി വന്നു. ഒരു പ്രാന്തനെ പോലെ എല്ലാ ജീവികളും അവയുടെ കൂട് തേടി ഓടി. ആ തക്കത്തിനായി ഒരുവൻ കാത്തുനിന്നു. ഇതാണ് തക്ക സമയമെന്ന് മനസ്സിലാക്കിയാണ് ഒരു ആർത്തി പൂണ്ട കുറുക്കനെ പോലെ അവളുടെ അടുക്കലേക്ക് പാഞ്ഞു. ഓയ്, എന്തേ കഥ ഇഷ്ടമായില്ലേ? ഈ കഥ ഞാൻ ടോണിയോട് പറഞ്ഞ കഥയല്ല, ടോണി എന്നോട് പറഞ്ഞ കഥ. പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞ് അമ്മക്കിളി ഒന്ന് നോക്കുമ്പോൾ തൻ്റെ മകളെ പിച്ച് ചിന്തിച്ചു. ചിറകുകൾ വിരിയാത്തീവനങ്ങൾ ചിതകളിൽ തെളിയുന്നൊരു